എങ്ങോട്ട് പോയിട്ട് വരുവാ? പലയിടത്തും ഞാൻ പോകുന്നു, എന്നോട് പറയണം. എടാ നിനക്ക് എന്താടാ ഒരു വ്യത്യാസം മുഖത്തൊക്കെ? എന്ത് വ്യത്യാസം? നിങ്ങളൊക്കെ മീശൻ താടി പഠിച്ചല്ലേ? എന്തൊന്നും ഇഷ്ടപ്പെട്ടില്ല? പെമ്പിള്ളാരെ പോലെ ഉണ്ട്. നിന്റെ കൊറിയക്കാരിയുമ്പോ നിനക്ക് ഇഷ്ടമാണല്ലോ മ്യൂഷൻ നാടി പഠിക്കുന്നത്. ഞാൻ ചെയ്ത് നിനക്ക് ഭയങ്കര പുച്ഛോണ്ടിരുന്നോ? ഞാൻ സ്റ്റൈൽ മാറ്റി പഠിക്കാൻ തീരുമാനിച്ചു. എടാ അത് ചെയ്യേണ്ട ആൾക്കാര് ചെയ്യണം, അല്ലാണ്ട് നീ ഒന്നും ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാനേ കുറച്ച് ബോളിവുഡ് ടീം പിരിക്കാൻ തീരുമാനിച്ചു. ഇതെന്തോന്നാ ഈ കയ്യില്? ഇത് മുട്ട, ഇത് പാല്. നീ എന്താ ഹരിത വിപ്ലവം മാറ്റി ക്ഷീര വിപ്ലവം തുടങ്ങിയ? ക്ഷീര ഹരിത ഒന്നും അല്ല, ഞാൻ കുറച്ച് എന്റെ ബോഡിയൊക്കെ സെറ്റ് ചെയ്ത് മൊത്തത്തിലൊന്ന് ആള് മാറാൻ പോവാ. നീ നിന്റെ ആരോഗ്യം മാത്രം നോക്കിയാൽ മതി, ഞങ്ങളുടെ ആരോഗ്യമൊക്കെ നോക്കിക്കൂടെ? ഞാനിപ്പോ എന്റെ ആരോഗ്യം മാത്രം നോക്കിയാൽ മതി, നിന്റെ വേണമെങ്കിൽ തന്നെ പോയി നോക്കി. ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട് വേണം ഒന്ന് സെറ്റ് ആവാൻ. എന്താടാ നിനക്ക് പെട്ടെന്ന് ബോഡിയൊക്കെ ബിൽഡ് ചെയ്യണം, മുട്ടയും പാലൊക്കെ കഴിക്കണമെന്ന് തോന്നിയേ? സത്യം പറ, അല്ല പെമ്പിള്ളേര് സെറ്റായോ? പെമ്പിള്ളാരാ? എന്റെ ലൈഫ് ഇനി പെണ്ണും പടക്കോഴി ഒന്നുമില്ല. ഇനി ഓൺലി ജിം ലൈഫ്, മെഡിറ്റേഷൻ, ജിമ്മ്, ആരോഗ്യം, സമാധാനം, അത്രേ ഉള്ളൂ. ഇതിനൊക്കെ കാശ് വേണം, ആര് തരും? കാശാ? അതൊക്കെ എന്റെ അപ്പൻ തരൂടി എനിക്ക്. പിന്നെ അപ്പ ഇപ്പൊ തരും, അപ്പൻ്റെ കാശ് ഇരിക്കുമല്ലേ? നീ അച്ഛൻ തന്നിട്ട് ജിമ്മിൽ പോയത് തന്നെ. നീയൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ പറയാ കാശില്ല കാശില്ല, പക്ഷെ ഞാൻ ചോദിക്കും അച്ഛൻ എനിക്ക് കാശ് ഇഷ്ടംപോലെ തരാറുണ്ട്. നിങ്ങളൊന്നും കാണാം. എടാ നിനക്ക് ജിമ്മിൽ പോകാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടോ? നിന്റെ കൈ ഇരിക്കുന്ന നോക്കി പഴത്തൊല്ലി പോലെ. പഴത്തൊലി മാങ്ങാത്തൊലി ഒന്നുമല്ല, അതൊക്കെ പോയി ഇങ്ങനെ അങ്ങ് കയറുമ്പോ എല്ലാം വന്നോളും. എനിക്കും വരും. അത് പിത്ത വണ്ണം, അത് മേലെ കാത്തണ്ട് ഇങ്ങനെ നീര്, ഫാറ്റ്. നിനക്കിപ്പോ എന്താ വേണ്ട? അന്നും ഞാൻ പൊക്കോട്ടൊന്നും ഇതൊക്കെ പുഴുങ്ങി തിന്നിട്ടാ പോയി. പിന്നെ പുഴുങ്ങി തിന്നി തിന്നും. എടാ നിനക്ക് ഇത്തിരിയെങ്കിലും നിനക്ക് ശക്തി ഉണ്ടെങ്കിൽ നീ കുറച്ച് ഇതെടുത്ത് കാണിച്ചാ. എന്തെടുത്ത് കാണിക്കാൻ? എന്തോ പുഷപ്പ്? പുഷപ്പ് എടുത്ത് കാണിച്ചാടാ. എത്ര എണ്ണ എടുക്കണം? 100 എണ്ണം എടുക്കടാ. 100? 100. അത് എടുക്കാം. എനിക്ക് മുട്ട പുഴുങ്ങട്ടെ. ഇത് എക്സ്പയർ കഴിയാറായ മുട്ട. ഈ കോഴി കുഞ്ഞൊക്കെ വിരിഞ്ഞു വരാം, അതിനും എനിക്ക് പുഴുങ്ങി തിന്നണം. പിന്നെ നീ അല്ല ഉഡായിപ്പ് കൊണ്ട് അങ്ങ് ഇറങ്ങിക്കോളും. എല്ലാണോ പറയണതാ? അതിയാൻ്റെ അമ്മ വയസ്സാം കാലത്ത് മക്കളെ ഒന്ന് ചൊറിഞ്ഞു താടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കളിയാക്കി ചിരിച്ചു. അതിന്റെ ഫലവാ ഇന്നീ കടന്ന് മാത്തുന്ന. മക്കളെ അമ്മയുടെ പുറന്ന് ചൊറിഞ്ഞടി, എന്റെ പുറന്ന് ചൊറിഞ്ഞ അപ്പടി കടി. ഇതിനാണോ എന്നെ വിളിച്ചേ? എന്നെ കൊണ്ടൊന്നും വലിയ ചൊറിഞ്ഞാരാനൊന്നും. എന്റെ പൊന്നു കുഞ്ഞ എന്റെ കൈ എത്താന്നിട്ടാ ഒന്ന് ചൊറിഞ്ഞു തന്നേടി. ഓ എന്നെ കടിയാ. പിന്നെ എനിക്കിതല്ലേ പണി, ചൊറിഞ്ഞാരല്. എന്തുവാ മധു ഒന്ന് ചൊറിഞ്ഞു തന്നെ മക്കളെ. ഇച്ചിരി താഴെ. ഇത്ര ചൊറിച്ചിലാണെങ്കിൽ വല്ല ഡോക്ടറെ കണ്ടൂടെ? ഡോക്ടറെ കണ്ടിട്ടൊന്നും ഇത് മാർത്തൊന്നുമില്ല. പിന്നെ ഇതുവരെ ഞാൻ ചൊറിഞ്ഞു തരൂ? എടി ഇതെന്റെ കർമ്മയോഗം അടി കുഞ്ഞെ. കർമ്മയോഗോ? എന്ത് എന്തോടുക്കുവാ ഇവിടെ ഇരുന്ന്? സുഖാണോ? ചൊറിഞ്ഞോണ്ടിരിക്കണ കണ്ടില്ലേ? ഇതൊന്നും ഇങ്ങനെ ഉരുട്ടി പേടിപ്പിക്കുന്നതന്നെ. ഞാൻ സുഖം നടക്കാൻ വേണ്ടി വന്നതല്ലേ? നല്ല സുഖമായിട്ടിരിക്കണേ. എന്തു പറ്റി? എടാ ചൊറിച്ചിലാന്ന്. ചൊറിച്ചിലാ? കൊറേ നേരായി. അമ്മക്ക് ഇട്ടപ്പോഴും നല്ല ചൊറി മാന്തല്ല, അതിന്റെ ഇപ്പൊ ദൈവം കൊടുത്തതായിരിക്കും. അതാണോ കർമ്മയോഗം? അച്ഛമ്മക്കിട്ട് കർമ്മ കൊടുത്തു. അല്ല സമാധാനപ്പെട്ട. ഞാനേ ഒരു ടിപ്പ് വെക്കാൻ വേണ്ടി വന്ന അച്ഛമ്മയോട്. ടിപ്പ് ഹോട്ടലോ? അയ്യോ നല്ല ചളി. എന്ത് ചളി പടാറുന്നു? അച്ഛമ്മേ നമുക്ക് നല്ല പുഷ്ടിപ്പെടാനും ആരോഗ്യം വെക്കാനൊക്കെ എന്ത് ടൈപ്പ് ഫുഡാ കഴിക്കണം എന്ന് പറഞ്ഞ. ഞാൻ പറഞ്ഞാ മതിയാ? എടാ ഈ ആനയൊക്കെ കഴിക്കില്ലേ, പനയോല വെട്ടിയടിച്ചാൽ മതി, നല്ല ആരോഗ്യം വരും. നിന്റെ പൊന്നു മതോ, നീ നിന്റെ കെട്ടിയ എണ്ണാക്കിലോട്ട് വെച്ചം കൊടുത്താൽ മതി കേട്ടാ കല്യാണം കഴിയുമ്പോ. അങ്ങോട്ട് മൂങ്ങാടെ മതം വെച്ച് എന്നെ പറയാൻ വരും. നീ ഏതാ? നീ പോടാ. അച്ഛമ്മ കാര്യം പറഞ്ഞ അച്ഛമ്മേ എന്തോ ചെയ്യണേ? എടാ ഞാൻ പറഞ്ഞരാടാ. നീ പറഞ്ഞു തരണ്ടാ. അതെ നീ ആനനെ വിങ്ങ പോലെ ഇങ്ങനെ കൃമി പോലെ ഇരിക്കുള്ളൂ കേട്ടാ. ഇത് എന്നെ ചുമ്മാ ബോഡി ഷേം ചെയ്യല്ലേ മധു? നീ നിന്റെ മോൻ കണ്ണാടി പോയി നോക്കിയിട്ടുണ്ടാ? നീ ഒരു കാര്യം ചെയ്ത്, നിനക്ക് തടി വെക്കണം എന്നല്ലേ നീ പറഞ്ഞത്? നീ ഇവിടെ ഒരു തൂമ്പ എടുത്ത് ആ പറമ്പെല്ലാം അങ്ങോട്ട് കിളച്ച് മറിച്ച് ആ തെങ്ങിന് തടവൊക്കെ അങ്ങോട്ട് പോരും. അപ്പം നിനക്ക് വണ്ണവും വെക്കും ആരോഗ്യവും വെക്കും. നീ ചൊറിഞ്ഞോടി കുഞ്ഞേ. ഓ